ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 ജനറൽ സർവീസായിട്ടാണ് വർക്കിംഗ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്ന കംപ്ലയിൻസുകളെ കീ സെറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസ്, എൻജിൻ ഓയിൽ മാറ്റണം, വൈബ്രേഷൻ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ലോഡ് വെച്ച് പോകുമ്പോൾ പെട്രോളിൻ്റെ ട്യൂബ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ഷോക്ക് അപ്സിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കീ സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ താക്കോൽ ഓൺ ചെയ്തിട്ടൊക്കെ ആയാലും ഇങ്ങനെ ഊരി പോകാൻ കംപ്ലയിൻറ്റ്, അത് നമുക്ക് കീ സെറ്റപ്പാടി മാറ്റാനേ പറ്റുള്ളൂ കേട്ടോ, അത് വേറെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ കംപ്ലയിൻറ്റ്, അത് നമുക്ക് ഓൾറെഡി ക്ലച്ചിനകത്തൊക്കെ അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ക്ലച്ചിൻ്റേതായിട്ടുള്ള വൈബ്രേഷൻ അല്ലാണ്ട് വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടും ബാക്കും ഷോക്ക് അപ്സർ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നിലവിൽ വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പെട്രോളിൻ്റെ ട്യൂബിൻ്റെ കേസ് നോക്കിയാൽ പെട്രോൾ ട്യൂബ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ സർവീസുമായി വർക്കുന്ന കയറ്റിയാണ്. നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏറെക്കുറെ അതിൻ്റെ 90% കഴിഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ ലൈനർ നമുക്ക് മാറ്റിയിടണം. അതേപോലെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്തു, നല്ല വീലാണ്. ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റൊക്കെ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറായാലും വലിയ പഴക്കമായിട്ടില്ല. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്, റൊട്ടീൻ ചെക്കപ്പ്. ജനറൽ സർവീസിൽ വരുമ്പോൾ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ഉള്ളതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് അയച്ചാനാണ് ഗ്രീസിങ്ങിനായിട്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ബെൽറ്റ് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല, കമ്പനി ബെൽറ്റ് കിടക്കണേ. ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ ഉണ്ട്, പക്ഷേ ഓടിക്കോളും, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ബെൻഡെക്സ് ആ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ ക്ലച്ച് ഷൂ വരെയുമ്പോൾ തന്നെ പൊടി വരുമ്പോഴാണ് ഈ ക്ലച്ച് ഇങ്ങനെ ചെറിയ ഷേക്ക് കാണിക്കും. അതിൻ്റെ ഒരു വൈബ്രേഷൻ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയത്, വേറെ അതല്ലാതെ കൊണ്ട് വേറെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെ പെട്രോൾ ട്യൂബ് നമ്മൾ മാറ്റിയിടാം, കാരണം ഏറെക്കുറെ അതിൻ്റെ ലെങ്ത്ത് വലിഞ്ഞൊരവസ്ഥയിൽ നിൽക്കണം കേട്ടോ, അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. ചോക്ക് കേബിൾ ആക്സിഡൻറ്റുകളൊക്കെ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോഴായാലും ഫ്രണ്ട് ടയറൊക്കെ ഓക്കെയാണ്, വീൽ ബെയറിംഗ് ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും കേട്ടോ, കാരണം ഞാൻ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണമെന്ന് അതിന് ശേഷം ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിക്കും. ബാറ്ററി 2024 മോഡൽ ബാറ്ററി ആമറോണ്ട് ആയിരിക്കും കേട്ടോ, അത്യാവശ്യം വോൾട്ടൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലമില്ല. ഇപ്പോഴത്തെ സ്റ്റേജിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്, സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അതിനകത്ത് ഇഗ്നീഷ്യൻ സ്വിച്ച് അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. എന്തെങ്കിലും പെർമിഷൻ തന്നിട്ട് നമ്മൾ അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.